कमलाकुचूचुककुङ्कुमतो नियतारुणितातुलनीलतनो कमलायतलोचनलोकपते विजयी भव वेङ्कटशैलपते कमलाकुचूचुककुङ्कुमतो नियतारुणितातुलनीलतनो कमलायतलोचनलोकपते विजयी भव वेङ्कटशैलपते। नमः शिवाय। नर्मदे हर। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ചോദ്യം കർണപിശാചിനി എന്നുള്ള ഉപാസനയെ പറ്റിയാണ്. എല്ലാവർക്കും വളരെയേറെ ആഗ്രഹമുണ്ട് കാര്യങ്ങൾ നടക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിക്കുക, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അത് ധനപരമാണെങ്കിലും ദാമ്പത്യപ്രകാരമാണെങ്കിലും ലീഡർഷിപ്പ് ആണെങ്കിലും അല്ലേ, എല്ലാവർക്കും സമൂഹത്തിൽ നമ്പർ 1 ആയിട്ട് ജീവിക്കുക ആഗ്രഹമില്ലാത്തവര് ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കാശുണ്ടാക്കുക, അയൽവക്കക്കാരനേക്കാളും നല്ല രീതിയിൽ അവൻ ബൈക്കാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കാറാണ് വേണ്ടത്, അവൻ സാധാ കാറാണെങ്കിൽ എനിക്ക് ലക്ഷറി കാറാണ് വേണ്ടത്, അവൻ 100 രൂപയുടെ ഉടുപ്പാണെങ്കിൽ എനിക്ക് 1500 രൂപയുടെ ഉടുപ്പ് വേണം. അതാണ് ഒരു മനുഷ്യൻ്റെ ഞാൻ എന്നുള്ള ഒരു ഭാവത്തിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആഗ്രഹങ്ങളാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. അവൻ നല്ല രീതിയിൽ സമ്പാദിക്കുമ്പോൾ അവൻ്റെ ആ രീതിയെ ക്രോഡീകരിച്ച് അവനെ നശിപ്പിക്കുന്നു, അവൻ കടക്കിണ്ണയിലാക്കുന്നു. എല്ലാ മനുഷ്യരിലും ഇന്ന് കാണുന്ന ഒരു സ്വഭാവമാണ് ജലസി. ഞാൻ നന്നാവണം, മറ്റുള്ളവൻ നന്നാവാൻ പാടില്ല. ഇപ്പോൾ 2 ജ്യോത്സ്യന്മാർ അടുത്തടുത്തുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാവുന്നേ ഉള്ളൂ എന്താ അവിടെ നടക്കാൻ പോണെന്നുള്ളത്. നടക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്തരത്തില് ഒരു സമൂഹത്തില് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതേസമയം അവനവന്റെ കഴിവുകൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള അല്ല എന്ന് നടക്കുന്നത്. എങ്ങനെയെങ്കിലും മറ്റുള്ളവനെ നശിപ്പിക്കുക. ഇപ്പോൾ ഒരേ ഫീൽഡിലുള്ളവര് നമുക്ക് മനസ്സിലാക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെല്ലാവരെയും നശിപ്പിക്കുക, അല്ലെങ്കിൽ അവന്റെ വരുമാന സ്രോതസ് മുട്ടിക്കുക. ഇവയൊക്കെയാണ് നാം പൊതുവെ എല്ലാവർക്കും അറിയാം പൊതുവെ നടക്കുന്ന ഒരു സമ്പ്രദായം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല ദുർദേവതകളെ തൻ്റെ വരുതിയിലാക്കി ഈ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ചെയ്യുന്ന കർമ്മം. ഇതിൽ മെയിനായിട്ട് വരുന്ന മൂർത്തികൾ എന്ന് പറഞ്ഞാൽ കർണപിശാചിനി അല്ലെങ്കിൽ വിഷ്ണുമായ. നാം ഓർക്കുക, ഈ പറയുന്ന ഗണങ്ങള് ഒരിക്കലും മനുഷ്യനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കില്ല എന്നുള്ളതാണ്. അതിലൊന്നാണ് കർണപിശാചിനി എന്ന് പറഞ്ഞാൽ. കർണപിശാചിനി എന്നുള്ള ഗണത്തിന്റെ സിദ്ധി നേടിക്കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ഇംഗിതം അത് സാധിക്കുന്നു എന്നുള്ളതാണ്
ഉപാസന സിദ്ധി ലഭിച്ചാലുള്ള ഗുണങ്ങൾ. എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ ഒരു ഉപാസകൻ ശ്രമിക്കുന്നു, അതൊക്കെ തൻ്റെ കാതുകളിൽ എത്തിക്കാൻ പാകത്തിനാണ് സിദ്ധികൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ കേരള തമിഴ്നാടു അതിർത്തികളിലാണ് ഇത് കൂടുതൽ ഉപാസിച്ച് സിദ്ധിയാക്കപ്പെടുന്നത്. കണ്ണപിശാചിനിയെ സിദ്ധിയായി കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ: ഉപാസകന്റെ എന്തൊക്കെയാണോ ജിജ്ഞാസ, അതൊക്കെ ആ ഉപാസകന്റെ കാതുകളിൽ വന്ന് പറയുന്നു. ഇപ്പോൾ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിനുള്ള പോരായ്മകൾ, അതിനുള്ള റിസൾട്ടുകൾ, അതിനുള്ള സൊല്യൂഷനുകൾ, ഇതെല്ലാം കണ്ണപിശാചിനി തൻ്റെ ഉപാസകന്റെ കാതുകളിൽ പറയുന്നു. അതനുസരിച്ച് ആ വരുന്ന വ്യക്തി ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ പോസിറ്റീവായി തുടങ്ങും. പെട്ടെന്ന് സിദ്ധിക്കുന്ന ഒരു ഗണമാണ് കണ്ണപിശാചിനി എന്ന് പറയുന്നത്. കണ്ണപിശാചിനി എന്ന് പറയുന്നത് ഒരു സ്ത്രീഭാവമാണ്. അതുകൊണ്ട് പുരുഷന്മാര് പെട്ടെന്ന് തന്നെ സിദ്ധിയാകപ്പെടും. അതായത് ഒരു പുരുഷനാണ് കണ്ണപിശാചിനി സിദ്ധിക്ക് വേണ്ടി സാധന ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ണപിശാചിനി ആ ഉപാസകനിൽ പ്രസാദിച്ച് സിദ്ധിയാക്കപ്പെടും. കാരണം കണ്ണപിശാചിനി എന്ന് പറഞ്ഞാൽ കൂടുതലും പുരുഷന്മാരിൽ ആകർഷിക്കപ്പെടുന്ന ഒരു ഗണമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സിദ്ധിയാവും. ഇത് നമ്മൾ കോട്ടം നോക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി കണ്ണപിശാചിനിയെ ഉപാസിച്ച് സിദ്ധി നേടിക്കഴിഞ്ഞാലുള്ള കോട്ടങ്ങളെ പറ്റി നമ്മൾ അറിയണം. ആ ഉപാസകൻ ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, അതായത് ഒരു ഗൃഹസ്ഥ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, ഈ സിദ്ധിയായി കഴിഞ്ഞാൽ പൊതുവെ വളരെ ജലസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കണ്ണപിശാചിനി. ഈഗോ. അപ്പോ മറ്റുള്ള സ്ത്രീകള് ഈ പറയുന്ന ഉപാസകനുമായിട്ട് യാതൊരു വിധത്തിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ബന്ധപ്പെടുവാനോ വിവാഹേതര ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ സമ്മതിക്കില്ല. അതായത് സ്വന്തം ഭാര്യ ഉണ്ടായാൽ പോലും ആ ഭാര്യയിൽ നിന്ന് ഡിവോഴ്സ് വരെ ആക്കി കൊടുക്കും. കാരണം കാര്യം നടത്തുന്നുണ്ടെങ്കിൽ കണ്ണപിശാചിനി അങ്ങോട്ടൊരു നിയമം വെക്കും. അതാണ് നാം കാണുന്നത്. ആദ്യമൊക്കെ നമുക്ക് തോന്നും കണ്ണപിശാചിനി തൻ്റെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടത്തി കൊടുക്കുന്നു എന്നുള്ളത്. കുപ്പിയിലെ ഭൂതം പോലെയാണ് നാം കരുതുന്നത്. പക്ഷേ കുറച്ചു നാൾ അങ്ങോട്ട് പോകുമ്പോൾ ആ ഉപാസകൻ എന്നുള്ള ഒരു വ്യക്തി കണ്ണപിശാചിനി എന്ന ആ ഗണത്തിന്റെ അധീനതയിലാകും. പിന്നെ ആ ഗണം പറയുന്നത് എന്തോ, ആ ഗണം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈ ഉപാസകൻ ചെയ്യേണ്ടി വരും. കാരണം അൺകൺട്രോളബിളായി. ഉപാസകനല്ല അവിടെ നിയന്ത്രിക്കപ്പെടുന്നത്, മറിച്ച് കണ്ണപിശാചിനിയാണ് ഉപാസകനെ നിയന്ത്രിക്കുന്നത്. പിന്നെ മോക്ഷം എന്നുള്ളൊരു കൺസെപ്റ്റ് നാം എല്ലാവരും ഭഗവാന്റെ കാൽക്കല് അലിയുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നോർമൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവസാന കാലത്തെ ആഗ്രഹം. പക്ഷേ ഈ പറയുന്ന ഉപാസകൻ ഒരിക്കലും മോക്ഷം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകത്തില്ല. മറിച്ച് പിശാചിന്റെ
യോനിയിലായിരിക്കും ഇനിയുള്ള അവൻ്റെ ജന്മം. മാത്രമല്ല രോഗങ്ങൾ വരിക. കാരണം സന്തുലിതമായ ആഹാരം ടോട്ടലി മാറ്റിമറിക്കുന്ന ഒരവസ്ഥയായിരിക്കും കർണപിശാചിനി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ സിദ്ധിയായി കഴിഞ്ഞ ഉപാസകന്റെ ജീവിത രീതികൾ. കർണപിശാചിനിക്ക് എന്ന് വിശക്കുന്നു അന്നേ കഴിക്കുകയുള്ളൂ. ചിലപ്പോൾ ആ ശരീരത്തിന് 6 മണിക്കൂർ വെച്ച് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ആ ശീലമാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ആ ശരീരം ശോഷിക്കുക തന്നെ ചെയ്യും. കർണപിശാചിനി എന്നുള്ളൊരു ഗണത്തിന് ആ ശരീരം, അവൻ്റെ മനസ്സ് അതൊന്നും നോക്കത്തില്ല. മറിച്ച് തനിക്ക് കിട്ടിയ ശരീരത്തെ മാക്സിമം ആ ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാക്സിമം എത്രത്തോളം കൊണ്ടുപോകാമോ അത്രത്തോളം ആ ശരീരത്തെ ഉപദ്രവിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഇന്ന് കാണുന്ന യുവതലമുറകള് കൂടുതലും ആകർഷിക്കപ്പെടുന്ന ഒരു മൂർത്തിയാണ് കർണപിശാചിനി എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് ഫലസിദ്ധി കിട്ടും. പക്ഷെ ഫലസിദ്ധി കിട്ടിക്കഴിയുമ്പോൾ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. ഇപ്പൊ താൻ ഒരു ഉപാസന തിരഞ്ഞെടുക്കുന്നത് തന്നെ 3 ഭാവത്തിലാണ്. ഒന്ന് രജോ ഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക. പിന്നെ തമോ ഗുണം, മറ്റുള്ളവനെ നശിപ്പിക്കുവാൻ വേണ്ടി ഉപാസന ചെയ്യുന്നത്. സാത്വിക ഗുണം, അതായത് ഒന്നും വേണ്ട, ഭഗവാനിൽ അലിയുക, മോക്ഷം എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഈ കർണപിശാചിനി എന്നുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് രജോ ഗുണവും തമോ ഗുണവും കൂടിയാണ്. ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കുക, മാത്രമല്ല ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുക എന്നുള്ളൊരു കൂടി. അപ്പോൾ എല്ലാവരും ഇന്നത്തെ സ്ഥിതിഗതികൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി ഇന്ന് ജലസി എന്നുള്ള ഒരു തലത്തിൽ കൂടിയാണ് പോകുന്നത്. സമൂഹത്തിൽ നല്ല വില, സമൂഹത്തിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവര് അധപതിക്കുക, ആരെങ്കിലും ശത്രുക്കള് എന്ന് തോന്നിയാൽ അവരെ നശിപ്പിക്കുക, അവനെ നാമാവശേഷമാക്കുക. അപ്പോൾ ഈ ലെവലിൽ ചിന്തിക്കുന്ന ഒരു യുവതലമുറയാണ് നാം ഇന്ന് കാണുന്നത്. അപ്പോൾ അവർ കൂടുതലും കർണപിശാചിനി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഉപാസന തിരിച്ചുവിടുന്ന ഒരു രീതിയാണ് നാം കാണുന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് പെട്ടുപോയി എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്നത്. പിന്നെ താന്ത്രിക രീതിയിൽ ആ മൂർത്തിയെ ആ ഉപാസകനിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കുമ്പോഴാണ് ഇതിൽ നിന്നൊക്കെ അവന് വിടുതൽ വരുന്നത്. കാരണം ടോട്ടലി കുടുംബം നശിപ്പിച്ച് കളയുക. കർണപിശാചിനിക്ക് മറ്റുള്ള സ്ത്രീകളെ കണ്ടുകൂടാ, മറ്റുള്ള സ്ത്രീകളോടുള്ള സഹവാസം കണ്ടുകൂടാ, തികച്ചും ഒറ്റപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് സ്വന്തം സഹോദരങ്ങളെ പോലെ അടുത്ത് വിടാൻ ഈ ഒരു ഗണം സമ്മതിക്കത്തില്ല. ഏകാന്തമായിട്ട് ജീവിപ്പിക്കുക. എന്താണോ ആ ഗണം ആഗ്രഹിക്കുന്നത് അതുപോലെ ഉപാസകനെ കൺട്രോൾ ചെയ്ത് തൻ്റെ പരിധിയിലാക്കി തൻ്റെ ആഗ്രഹങ്ങൾ പിന്നീട് സാധിപ്പിച്ച് ഉപാസകനിലൂടെ എടുക്കുക എന്നുള്ളതാണ് കർണപിശാചിനി ഉപാസനയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഉപാസകൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. നമുക്ക് വേണ്ടത് ഗണങ്ങളെയല്ല, മറിച്ച് ദേവതകളെയാണ് ഉപാസിക്കേണ്ടത്.
ശിവനുണ്ട്, പാർവതി അതായത് ദുർഗ, മഹാലക്ഷ്മി, ഹനുമാൻ സ്വാമി, അങ്ങനെ ദേവതകളെ നമ്മൾ ഉപാസിക്കാൻ ശ്രമിക്കുക. അവര് പതുക്കെ നമുക്ക് ഫലം സിദ്ധി തരുമെങ്കിലും അതിൻ്റെ എൻഡെന്ന് പറഞ്ഞാൽ മോക്ഷമാണ്, പുനർജന്മം ഉണ്ടാവില്ല, ദുരിതങ്ങൾ മാറുക. ഇപ്പോൾ ഒരു ദേവതയെ നമ്മൾ ഉപാസിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാൻ കാരണം നമ്മുടെ കർമ്മഫലമാണ്. ആ കർമ്മഫലം പൂർവജന്മ കർമ്മഫലമൊക്കെ മാറുന്ന ഒരു ഘട്ടമാണ് സ്റ്റാർട്ടിങ് ഉപാസനയിൽ നാം ഫേസ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഉപാസന നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉപാസനാമൂർത്തിയോട് നമ്മളൊരു വാക്ക് കൊടുക്കണം. ഏത് പരിതസ്ഥിതിയിലും ഉപാസന കൈവിടില്ല എന്ന വാക്ക് നമ്മൾ ആ ഉപാസനാമൂർത്തിക്ക് കൊടുത്തതിന് ശേഷമേ ഉപാസന തുടങ്ങാവുള്ളൂ. ആ ഉപാസന തുടങ്ങി ആ ഒരു സാഹചര്യത്തിൽ ആദ്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് നമ്മുടെ കർമ്മഫലം എത്രയും പെട്ടെന്ന് ആ ഉപാസനാമൂർത്തി നമ്മളിൽ നിന്നും മാറ്റുക എന്നുള്ള കർമ്മമാണ് ഉപാസനാമൂർത്തി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, അയ്യോ നമ്മൾ ഉപാസന തുടങ്ങിക്കഴിഞ്ഞു, പ്രശ്നങ്ങൾ തുടങ്ങി, അയ്യോ ഈ ദേവതേനെ മാറ്റിവെക്കാം. അല്ല, ഉപാസനാമൂർത്തി നമ്മുടെ കർമ്മങ്ങളെ എത്രയും പെട്ടെന്ന് നമ്മളിൽ നിന്നും മാറ്റുന്ന ഒരു സ്ഥിതിഗതിയാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് കൊണ്ടേ ഭഗവാനെ ഒഴുക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിക്ക് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേത് മൂർത്തി ആയിക്കോട്ടെ. പക്ഷെ സാധാരണ മൂർത്തികൾ, ഈ പറയുന്ന ഗണങ്ങൾ ഒരിക്കലും നമ്മുടെ പൂർവജന്മ പ്രശ്നങ്ങളൊന്നും മാറ്റത്തില്ല, മറിച്ച് പെട്ടെന്ന് സിദ്ധിയാക്കും, പെട്ടെന്ന് തന്നെ നമ്മളെ അവരുടെ വരുതിയിലാക്കുകയും ചെയ്യും. അപ്പോ നമ്മൾ ഉപാസന സെലക്ട് ചെയ്യുമ്പോൾ താഴ്ന്ന രീതിയിലുള്ള മൂർത്തികളെ, അതായത് ഗണങ്ങളിലേക്ക് പോകാതെ, കൂടുതൽ വള്ളിക്കെട്ടുകളിലേക്ക് പോകാതെ, സാത്വികമായിട്ടുള്ള വളരെ എനർജിയുള്ള ദേവതകളിൽ നമ്മൾ പൂർണ്ണ ഉപാസന കൈക്കൊള്ളണം. നമ്മൾ വിചാരിക്കും ഈ പറയുന്ന ഗണങ്ങൾ ഭയങ്കര ശക്തരാണ്, പെട്ടെന്ന് ഫലം തരും എന്നൊക്കെ. പക്ഷെ പെട്ടെന്ന് ഫലം തരികയും ചെയ്യും, പെട്ടെന്ന് ആ വ്യക്തിനെ ഡൗൺ ആക്കുകയും ചെയ്യും. നമ്മുടെ ഭഗവാനെ, മഹാവിഷ്ണു ആണെങ്കിലും സരസ്വതി ആണെങ്കിലും ഹനുമാൻ സ്വാമി ആണെങ്കിലും ശിവനാണെങ്കിലും നമ്മൾ ഉപാസിക്കുക, ഇത് ഹൈ ലെവലായിട്ടുള്ള എനർജിയാണ്. ഇപ്പൊ ഈ പറയുന്ന ഗണങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്, അതിനപ്പുറത്തെ എനർജി ബാക്കപ്പ് അവർക്കുണ്ടാവില്ല. പക്ഷേ അൺലിമിറ്റഡ് എനർജി എന്ന് പറയുന്നത് സാത്വിക ദൈവങ്ങൾക്കാണ്. അത് നാം മനസ്സിലാക്കണം. അത് പൂർണ്ണ മനസ്സോടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ശക്തിയാണ് സാത്വിക ദൈവങ്ങൾക്കുള്ളത് എന്നുള്ളത്. എല്ലാവരും വിചാരിക്കണം കള്ളും മാംസവും കൊടുത്തു കഴിഞ്ഞാൽ, ബലി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശക്തി കൂടുതലാണ് എന്നുള്ളത്. അല്ല, എപ്പോഴും വിജയിച്ചിട്ടുള്ളത് പോസിറ്റീവാണ്. എപ്പോഴും വിജയിച്ചിട്ടുള്ളത് സാത്വിക ഉപാസകരാണ്. അതിൽ ഒരു മാറ്റവും വേണ്ട. അങ്ങനെയെങ്കിൽ പിന്നെ സിദ്ധന്മാരെല്ലാവരും കോഴിയും മാടും ബലി കൊടുത്ത് സിദ്ധി ഡബിൾ ആക്കാമായിരുന്നു. പക്ഷെ അവർക്കറിയാം സാത്വിക ഉപാസനയ്ക്ക് ശക്തി കൂടുതലാണ്. അവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഭഗവാൻ ശിവൻ അവർക്കാണ് ഇതിൻ്റെ കൺട്രോളിങ് പവർ, ബാലൻസ് ചെയ്യുന്ന ആ രീതി അവരുടെ കൈകളിലാണ്. ഈ പറയുന്ന ശിവയുഗത്തില് സിദ്ധന്മാരുടെ എനർജിയാണ് എല്ലാം ബാലൻസ് ചെയ്യുന്നത്. നമുക്കറിയാം, ചിലയിടത്ത് ഉരുൾപൊട്ടുക, ചിലയിടത്ത് യുദ്ധങ്ങൾ നടക്കുക, അനാവശ്യമായിട്ടുള്ള പ്രകൃതി സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവര് അതിനെ ബാലൻസ് ചെയ്യും. ഈശ്വരനെ വിളിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ മനസ്സോടെ വിളിച്ചാൽ അതിന് ഫലം ഉറപ്പാണ്. പക്ഷെ നമ്മൾ ആരും അങ്ങോട്ട് വിളിക്കത്തില്ല. ഒരു ബാലൻസ് അല്ലാത്ത രീതിയിലുള്ള വിളികളാണ്, അതിനൊരു ആത്മാർത്ഥതയില്ല.
പക്ഷെ ആത്മാർത്ഥമായിട്ട് അവിടെ വിളിച്ചാൽ അവിടെ പോസിറ്റീവ് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് ഉപാസന എന്ന് പറഞ്ഞാൽ. പക്ഷെ അതാരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു, അവിടെ ഒരു മന്ത്രദീക്ഷ കൊടുക്കുന്നു, മന്ത്രങ്ങള് നമ്മൾ യൂട്യൂബ് കണ്ട് ഉപാസിക്കുന്നു. പക്ഷെ ഒന്നും അറിയുക, നിങ്ങൾ ഇവരാരും പൂർണ്ണ മന്ത്രം പറഞ്ഞു തരത്തില്ല. ഇവരാരും നല്ല രീതിയിൽ ഉപാസന എങ്ങനെയാണ്, അതിൻ്റെ റിസൾട്ട് എന്താണെന്നൊന്നും ആരും നിങ്ങളോട് സത്യസന്ധമായിട്ട് പറഞ്ഞു തരത്തില്ല. അപ്പൊ നാം എന്താ ചെയ്യേണ്ടത്? നമ്മളിലുള്ള ഒരു ഗുരു, ആ ഗുരുവിന്റെ സ്ഥാനത്ത് ഭഗവാനെ നമ്മളുടെ ഗുരുസ്ഥാനീയനായിട്ട് കണ്ട് ഉപാസനകൾ തുടങ്ങുക. നമ്മുടെ ഉപാസനയ്ക്ക് പ്രത്യേകിച്ച് നിയമമോ ഒന്നുമില്ല. കാരണം നമ്മൾ ക്ഷേത്രങ്ങളിലല്ല പൂജിക്കുന്നത്, നമ്മുടെ വീടുകളിലാണ് പൂജിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് റൂൾസോ മുദ്രകളോ ഒന്നും വേണ്ട. ഇപ്പൊ യശോദ കൃഷ്ണനെ സ്നേഹിച്ചത് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ അമ്മയാകാൻ പറ്റിയ? ഇപ്പൊ പൊതുവെ സ്ത്രീകള് അമ്മയാവുമ്പോൾ പ്രത്യേകിച്ച് മദർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ? അല്ല. ആ അമ്മയിൽ, ആ സ്ത്രീയിൽ ഉണ്ടാവുന്ന ആ മാതൃത്വമാണ് ആ കുട്ടിയോട് കാട്ടുന്നതും ആ കുട്ടി അങ്ങോട്ട് വളരുന്നതും. ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് സ്വന്തം ഉപാസനയ്ക്ക് ആവശ്യമില്ല. മറിച്ച് നമ്മൾ പുറത്തൊക്കെ പരികർമ്മിയോ കർമ്മിയോ ആയിട്ട് പുറത്ത് കർമ്മങ്ങൾ, ക്ഷേത്രങ്ങളിൽ കർമ്മം നടക്കുമ്പോഴാണ് നമുക്ക് ഒരു മഠത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗുരുവര്യൻ്റെയോ ദീക്ഷയും സർട്ടിഫിക്കറ്റും ആവശ്യമായി വരുന്നത്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും നമ്മൾ ഒരു തെറ്റായ ഒരു ഡിസിഷൻ എടുക്കാതെ നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് വേണം ഉപാസന തിരഞ്ഞെടുക്കുവാൻ, ഉപാസന മൂർത്തിയെ തിരഞ്ഞെടുക്കുവാൻ. കാരണം നമുക്ക് ആദ്യം പോസിറ്റീവേ എല്ലാവരും പറയുള്ളൂ. ഇന്ന മൂർത്തിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നടക്കും. പക്ഷെ ആ ഉപാസനയില് നെഗറ്റീവ് വശം കൂടിയുണ്ട്. അത് ആരും പറഞ്ഞു തരത്തില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഗണത്തെ നമ്മൾ ഉപാസിക്കുമ്പോൾ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ ഉണ്ടാവുമോ, നെഗറ്റീവ് ഭവിഷ്യത്ത് ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് തിരിയാൻ. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം നമ്മുടെ ജാതകം എന്ന് പറയുന്നത് ഈ പറയുന്ന ദുർമൂർത്തികളുടെ കളിപ്പാട്ടമായിരിക്കും. അത് വെച്ച് നമ്മുടെ ജീവിതം കുട്ടിച്ചോറാവും. അപ്പോ എന്ത് സെലക്ട് ചെയ്യണമെങ്കിലും നല്ല ഗുരുക്കന്മാരുടെ റിസൾട്ടുമായിട്ടുള്ള ആജ്ഞകൾ അനുസരിക്കുക. ഇപ്പോ നല്ല ഒരു ഗുരുവാണെങ്കിൽ ഒരു ശിഷ്യനെയും ഇങ്ങനത്തെ ഗണങ്ങളെ ഉപാസിക്കുവാൻ പറയത്തില്ല. കാരണം അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗുരുക്കന്മാർക്ക് അറിയാം. കാരണം ഇന്നത്തെ യുവതലമുറ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മെന്റാലിറ്റി ഉള്ളവരായിരിക്കും. കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ളത് കേട്ടിട്ടില്ല. പക്ഷെ ഇത് കണ്ണനയാതെ മീൻ എടുത്താൽ തന്നെയും ആ മീൻ കൈ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളി വേറെ ലെവലാവും. അതാണ് ഗണങ്ങളെ പൂജിച്ചാലുള്ള, ഉപാസിച്ചാലുള്ള ഗുണവും അതേപോലെ ദുർഗുണവും. അപ്പോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.
शिवाय। नर्मदे हर। अज्ञानिना मया दोषान् अशेषान् विहितान् हरे क्षमस्वत्वं क्षमस्वत्वं शेषशैलशिखामणे।